നമസ്കാരം. കഴിഞ്ഞ കുറച്ചു നാളുകളായി നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ജില്ലയിലുള്ളവർ അപ്രതീക്ഷിതമായിട്ട് അവരുടെയൊക്കെ മുടി കൊഴിഞ്ഞു പോകുന്നതിൻ്റെ ആഘാതത്തിലായിരുന്നു. ഈ ജില്ലക്കാർ മുഴുവൻ ആ ആഘാതത്തിലാണ്. അതായത് മഹാരാഷ്ട്രയിലെ ബുൽദാന ജില്ലയിലെ ബോണ്ട്ഗാവ്, കൽവാഡ്, ഹിന്ന തുടങ്ങിയ ഗ്രാമത്തിലെ ജനങ്ങളാണ് ഇങ്ങനെ കൊഴിഞ്ഞുപോയി, മുടി മുഴുവൻ കൊഴിഞ്ഞുപോയി, മുടിയില്ലാത്ത അവസ്ഥയിലായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം അനുഭവിച്ചു കൊണ്ടിരുന്നത്. ഇതിന് ആൺ പെൺ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്രാമങ്ങളിലെ പകുതിയിൽ കൂടുതൽ പേരും ഈ ഒരു അവസ്ഥയുടെ പിടിയിലായിരുന്നു. ഈ അത്യപൂർവ അവസ്ഥയ്ക്ക് പിന്നിലെ കാരണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലായിരുന്നു സത്യത്തിൽ അധികൃതർ. ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ മുടി നഷ്ടമാകുന്നതിൻ്റെ കാരണം കണ്ടെത്തിക്കഴിഞ്ഞു. അത് കണ്ടെത്തിയത് പത്മശ്രീ ജേതാവായിട്ടുള്ള ഡോക്ടർ ഹിമന്ത് റാവു ബാവാസ്കർ ആണ്. ഗ്രാമത്തിലെ ജനങ്ങൾ കഴിക്കുന്ന ഗോതമ്പിലെ വിഷഘടകങ്ങളായിരിക്കാം അപ്രതീക്ഷിതമായിട്ടുള്ള മുടികൊഴിച്ചിലിന് കാരണമാകുന്നതെന്നാണ് ഡോക്ടർ ബാവാസ്കറിന്റെ പഠനത്തിൽ വ്യക്തമാക്കുന്നത്. പൊതുവിതരണ സംവിധാനത്തിലൂടെ, അതായത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെ നൽകുന്ന ഗോതമ്പാണ് ഗ്രാമവാസികൾ ഉപയോഗിച്ചിരുന്നത്. ഇതിൽ സെലേനിയത്തിന്റെ അളവ് കൂടുതലാണെന്നാണ് ഡോക്ടർ ബാവാസ്കറിന്റെ പഠനത്തിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഗോതമ്പിൽ സിങ്കിന്റെ അളവ് ഗണ്യമായി കുറവാണെന്ന് കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു മാസം നീണ്ട പഠനത്തിനൊടുവിലാണ് ഈ കണ്ടെത്തൽ. സാധാരണയായിട്ട് ഗോതമ്പിൽ പ്രോട്ടീൻ, അതായത് ഗ്ലൂട്ടൻ, ധാതുക്കളായിട്ടുള്ള കോപ്പർ, മഗ്നീഷ്യം, സിങ്ക്, ഫോസ്ഫറസ്, അയൺ, വിറ്റാമിനുകൾ, അതായത് ബി ഗ്രൂപ്പും ഇയും, റൈബോഫ്ലാവിൻ, നിയാസിൻ, തിയാമിൻ, ഡയറ്ററി ഫൈബർ എന്നിവയാണ് അടങ്ങിയിട്ടുള്ളത്. അതേസമയം ഗോതമ്പ് മാവിൽ 75% വരെ സ്റ്റാർച്ച്, 14% വരെ വെള്ളം, 12% വരെ അളവിൽ പ്രോട്ടീൻ എന്നിവയാണ് അടങ്ങിയിട്ടുള്ളത്. കുറഞ്ഞ അളവിൽ നോൺ സ്റ്റാർച്ച് പോളിസാക്കറൈഡുകളും അരാബിനോസൈലൻസ്, ലിപ്പിഡ് എന്നിവയും അടങ്ങിയിട്ടുണ്ട്. പ്രാദേശികമായി കൃഷി ചെയ്യുന്ന ഗോതമ്പിനേക്കാൾ 600 മടങ്ങ് സെലേനിയമാണ് പൊതുവിതരണ കേന്ദ്രം വഴി വിതരണം ചെയ്യുന്ന ഗോതമ്പിൽ കാണപ്പെട്ടതെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയത്. അമിത അളവിൽ സെലേനിയത്തിന്റെ ഉപഭോഗമായിരിക്കാം അലോപേസിയയ്ക്ക്, അതായത് മുടികൊഴിച്ചിലിന് കാരണമായിട്ടുള്ളത്. ഈ രോഗാവസ്ഥ വളരെ വേഗം വികസിക്കുന്ന ഒന്നാണ്. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി 3-4 ദിവസത്തിനുള്ളിൽ തന്നെ മുടി പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന അവസ്ഥയാണിതെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. താനെയിലെ വെർണി അനലറ്റിക്കൽ ലാബിലാണ് ഗോതമ്പിന്റെ പരിശോധന നടത്തിയത്. ഈ ഗോതമ്പ് പഞ്ചാബിൽ നിന്നാണ് എത്തുന്നതെന്നും ഡോക്ടർ പറയുന്നു. പരിശോധനയിൽ പൊതുവിതരണ കേന്ദ്രം വഴി നൽകിയ ഗോതമ്പിൽ കിലോയിൽ 14.52 മില്ലിഗ്രാം സെലേനിയമാണ് കണ്ടെത്തിയത്. സാധാരണയായി 1 കിലോ ഗോതമ്പിൽ 1.9 മില്ലിഗ്രാം സെലേനിയമാണ് കാണാറുള്ളത്. രക്തം, മൂത്രം, മുടി എന്നിവയുടെ പരിശോധനയിൽ 35 മടങ്ങ്, 60 മടങ്ങ്, 150 മടങ്ങ് എന്നിങ്ങനെയാണ് സെലേനിയത്തിന്റെ അളവ് കണ്ടെത്തിയത്. സെലേനിയത്തിന്റെ ഉയർന്ന അളവാണ് രോഗാവസ്ഥയുടെ കാരണമെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമായത്. മാത്രമല്ല, രോഗബാധയേറ്റവരുടെ ശരീരത്തിൽ സിങ്കിന്റെ അളവ് കുറവാണെന്ന് കണ്ടെത്തിയെന്നും ഡോക്ടർ ബാവാസ്കർ പറയുന്നു. അതേസമയം റിപ്പോർട്ട് ഇതുവരെ അധികൃതർക്ക് സമർപ്പിച്ചിട്ടില്ല. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൽ, അതായത് ICMR-ൽ നിന്നുള്ള പരിശോധനയ്ക്കായി പ്രദേശത്ത് നിന്ന് വെള്ളത്തിന്റെയും മണ്ണിന്റെയും സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ICMR-ന്റെ പരിശോധനയിലും രോഗികളിൽ സെലേനിയത്തിന്റെ അളവ് കൂടുതലാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചെങ്കിലും വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. 2024 ഡിസംബറിനും ജനുവരിക്കുമിടയിൽ 18 ഗ്രാമങ്ങളിലായി 300-ലധികം പേരാണ് രോഗബാധിതരായത്. ഇരകളിൽ കൂടുതൽ പേർക്കും മുടി പൂർണ്ണമായിട്ടും നഷ്ടമായി. 8 വയസ്സിനും 72 വയസ്സിനും ഇടയിലുള്ളവരാണ് രോഗബാധിതർ. ആദ്യം 1-2 പേരിൽ മാത്രം കണ്ടു തുടങ്ങിയ അവസ്ഥ പൊടുന്നനെ വ്യാപകമാവുകയായിരുന്നു. ആദ്യം ചെറിയ രീതിയിലാണ് കൊഴിച്ചിൽ തുടങ്ങുന്നത്. 1-2 ദിവസം കഴിയുമ്പോൾ മുടി പൂർണ്ണമായിട്ടും നഷ്ടമാകും. മുടികൊഴിച്ചിൽ കൂടുതൽ പേരിൽ റിപ്പോർട്ട് ചെയ്തതോടെയാണ് ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചത്. ചിലരുടെ താടിയും മീശയും പുരികങ്ങളും ഉൾപ്പെടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ രോമങ്ങളും കൊഴിഞ്ഞുപോയി. മുടികൊഴിച്ചിൽ അനുഭവപ്പെടുന്നവരെ പരിശോധിച്ചപ്പോൾ തലയോട്ടിയിലെ ചർമ്മത്തിൽ ചെറിയ രീതിയിൽ ഫംഗസ് ബാധയും കണ്ടെത്തുകയും ചെയ്തിരുന്നു. നന്ദി.